ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മുടെ കിങ്ഡം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു. 5 മണിക്ക് ഇവന്റ് പറഞ്ഞ് 6 മണിക്കൊന്നില്ല, 6:30 7 മണിക്കൊന്നില്ല, 7:00 8 മണിക്കില്ല, 8:30 9 9:30 10 ഇങ്ങനെ പോയപ്പോൾ ഞാൻ അവിടെ എടുത്തു. പിന്നെ വന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാതിരുന്നത്. കാരണം കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് കിങ്ഡം ട്രെയിലർ റിയാക്ട് ചെയ്യൂ പ്ലീസ് ഒക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്. സോ നമ്മൾ നേരെ അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണ്. നല്ല ഒന്നൊന്നര കിഡിലൻ അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഇഡ്ലിക്കട, നമ്മുടെ ധനുഷ്, അതുപോലെ ഒരു കോംബോ നമുക്ക് അറിയാലോ. തിരുച്ചിത്രമ്പലത്തിന് ശേഷം അത് മാത്രമല്ല, പുള്ളിക്കാരി ഇവിടെ അല്ലാതെ പുറത്തു, അത് നിത്യാമേനോൻ ഇവിടെ അല്ലാതെ പുറത്തു ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ നല്ല സൂപ്പർ പടങ്ങളാണ്. അപ്പൊ ഇതും അങ്ങനെ ഒരു നല്ലൊരു കിഡിലൻ സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്ന സുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ പാട്ട് 5 PM ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. 2, സുമതി വളവ് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സംഭവമാണ്. പ്രേതപ്പടമാണ് എന്ന രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അതല്ലാതെ കുറെ ത്രില്ലർ ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നും പറയുന്നു. എന്തായാലും ട്രെയിലർ ലോഞ്ച് ടുമോറോ 6 PM എന്ന് പറഞ്ഞ് ഇന്നലെ ഇട്ടിട്ടുള്ള പോസ്റ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ലുലു മാൾ കൊച്ചി. അതായത് ഇന്ന് 6 മണിക്ക് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ആണ്. ട്രെയിലർ ലോഞ്ച് ഇവന്റ് എന്നുള്ളതല്ല, ട്രെയിലർ ലോഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മേ ബി കറക്റ്റ് 6 മണിക്ക് ഇതിന്റെ ട്രെയിലർ വരാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഒരു ദുരൂഹ സാഹചര്യത്തിൽ, സിനിമയുടെ പേരാണ്, ഇതാണ് സംഭവം. ഒരു പോസ്റ്റർ, ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് ഇറക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് സീരിയസ്ലി കാണാൻ വേണ്ടിയിട്ട്. 4 പേരും നിൽക്കുന്നതാണെങ്കിൽ ദിലീഷ് പോത്തൻ നോട്ടം തന്നെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. എന്തൊരു തൊട്ടാണിത്, കോങ്കണ്ണാണോ, വല്ലാത്തൊരവസ്ഥ അങ്ങനെ വേണം പറയാൻ. നല്ല രസമുണ്ട്. അതുപോലെ കുഞ്ചാക്കോ ബോബനാണെങ്കിലും ബാക്കിയുള്ളവർ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, പിന്നെ ചിദംബരം. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ചിദംബരം ഇതിൽ നല്ലൊരു റോളിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു കിടലൻ സാധനമായിരിക്കും നമുക്ക് വിചാരിക്കാം. പുള്ളിയുടെ ഡയറക്ഷനിലും വരുന്നൊക്കെ മാറി നടനായിട്ട് വരുമ്പോഴേ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നല്ല റോളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ലുക്ക് ഇതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ വരുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് മക്കളെ കൂലിനെ കുറിച്ചാണ്. കൂലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 1-2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ ലോക്കി അണ്ണൻ ലോകേഷ് ഇപ്പോ ഇങ്ങനെ അടുപ്പിച്ച്, പണ്ട് ലിയോ വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു, അടുപ്പിച്ച് കുറേ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് കൊടുക്കുന്നു, അതിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വിട്ട് കിട്ടുന്നു, അതിന്റെ പോസ്റ്റേഴ്സ് വരുന്നു, അതിനെ കുറിച്ച് ചർച്ചയാകുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ LCU ആണോ എന്നുള്ള ചർച്ച അതുക്കും മേലെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ള കാര്യം പറയുന്നു, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്, പുള്ളിക്കാരൻ തുറന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ അതുകൊണ്ട് LCU ആയിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ മാർവൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഒന്നും വേണ്ട, എൻ ഗെയിം നമ്മൾ എടുത്തു നോക്കുക. എൻ ഗെയിം ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുക, ഓരോ ക്യാരക്ടർ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ, അയൺമാൻ, ഇതൊക്കെ സ്റ്റാൻഡ് അലോൺ മൂവീസ് ആയിട്ട് വന്ന പടങ്ങളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടാണ് അവസാനം ഇവര് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്നത്. മേ ബി ഇത് മറ്റൊരു യൂണിവേഴ്സ് ആണെങ്കിലും, സോ യൂണിവേഴ്സ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ LCUലേക്ക് കണക്ട് ആവില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം അതിന് വേണ്ട ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ബട്ട് ഇപ്പോ ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത് സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ടാണ് എന്നുള്ളതാണ് വാസ്തവം. സോ LCU കണക്ഷൻസ് ഉണ്ടോ പറഞ്ഞ തള്ളാനും വയ്യ, ഇല്ലേന്ന് ചോദിച്ചാൽ ഒരുമാതിരി ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ, മനസ്സിലായല്ലോ. ഇനി എന്തായാലും കമൽ സാറിന് ആരംഭിക്കളാമാന്നാണോ? എന്തായാലും ആ ഡയലോഗ് കൊടുത്തു. ഇനി രജനീകാന്തിന് എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് മുടിച്ചിടലാമാ എന്നുള്ള ചോദ്യം വന്നത് എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പടത്തിലെ ഇതല്ല സംഭവം. ഈ പടത്തിലൊരു ഹൈ മൊമെന്റ് ആയ ഇന്റർവെൽ ബ്ലോക്കിൽ ആ ഡയലോഗ് വരുന്നുണ്ട് എന്ന് ലോകേഷ് കനകരാജ് സ്വന്തം വായ കൊണ്ട്, സ്വന്തം ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അത്രേ, എന്താ ചെയ്യാ. ഇന്റർവെൽ ബ്ലോക്കിലെ മുടിച്ചിടാമാ എന്ന് ചോദിക്കുന്നിടത്ത് എനിക്ക് തോന്നുന്നത് പുള്ളി നോർമലായിട്ട് വരുന്നു. പുള്ളി ആരാണെന്നുള്ള ആ മറ്റേ പാട്ടുണ്ടല്ലോ, നമ്മള് ഇപ്പൊ ഇറക്കി വിട്ട പാട്ടുണ്ടല്ലോ, മറ്റേ കോടാലയം കൊണ്ടുള്ള പരിപാടി, അവിടെ ആയിരിക്കും റിവീൽ ചെയ്യുന്നത്. ഇങ്ങനെ പൊട്ടിപ്പറക്കും തിയേറ്ററിൽ തന്നെ. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ആയിരിക്കും. ആ പാട്ട് വരുന്നതും മിക്കവാറും ഇന്റർവെൽ ബ്ലോക്കിലായിരിക്കും. അതായത് പരിപാടി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പുള്ളി ഇങ്ങനെ നോർമലായി പോയി സഹിച്ച് സഹനത്തിന്റെ ഏറ്റവും അവസാനം മേ ബി നെല്ലിപ്പലയും കഴിഞ്ഞ് വരുമ്പോ സമയമായി മുടിച്ചിടലാമാ ഇങ്ങനെ ചോദ്യമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പറയുമ്പോ തന്നെ എന്തൊരു ആവേശം അല്ലേ. പറയുമ്പോ തന്നെ എന്റെ ആവേശം നോക്കി നിങ്ങൾ. അപ്പൊ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആവേശം കണ്ടു, പടം കാണുമ്പോൾ നമ്മുടെ ആവേശം എന്തായിരിക്കും? അപ്പൊ അത് ഒന്ന് പറയാനുള്ളത്. 2, കൂലി
എനിക്കെതിരെയുള്ള എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകും എന്നാണ് ലോകേഷ് കനകരാജ് പറഞ്ഞത്. അതായത് പുള്ളിക്കെതിരെ വിമർശനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? സ്ഥിരം പാറ്റേൺ, സ്ഥിരം പരിപാടി, ഡ്രഗില്ലാത്ത പരിപാടികളില്ല, എല്ലാ പെണ്ണുങ്ങളെയും കൊല്ലുന്നു, ഇങ്ങനെ കുറെ വിമർശനങ്ങളുണ്ട് നോർമൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു അത്തരം സാധനങ്ങൾ വരുമ്പോഴും പുള്ളീന്റെ ഒരു സ്റ്റൈലിൽ ആ ഒരു ഫ്രെയിമിൽ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ആരും അതിനെ നെഗറ്റീവ് അടിച്ചൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാം ഒരുപോലെ ചെയ്തിട്ട് എന്താ കാര്യം? ഓരോ ക്യാരക്ടറിനും എന്തിനും വ്യത്യാസം കൊടുക്കണ്ടേ? ഓരോ ആളുകളുടെ ബിൽഡപ്പിൽ ചേഞ്ച് വരണ്ടേ? തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അതായത് ഇപ്പം പറയുമ്പോൾ ലാസ്റ്റ് വേണ്ടിപ്പോ അത് കൈതിയിലാണെങ്കിൽ മറ്റേ സാധനം മെഷീനുകൾ എടുത്തിട്ട്, വിക്രമിലാണെങ്കിൽ മറ്റേ അവസാനം മറ്റേ സംഭവം അറിയാലോ. ഇങ്ങനെ കുറെ സാധനങ്ങൾ എല്ലാത്തിലും വരുന്നു, ഒരേപോലത്തെ ക്ലൈമാക്സ് വരും തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ പുള്ളിക്കാരനെതിരെ വരുന്നുണ്ട്. സോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് കൂലി ഇറക്കാൻ പോകുന്നത്. അത് ഞാൻ കൈന്നെടുത്ത് പറഞ്ഞല്ല, കാരണം ഇതിന് മുമ്പ് ലോകേഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ സിനിമ പുള്ളിക്കാരൻ ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച പടം അതായിട്ടാണ് കൂലി വരുന്നത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തിന് ആമിർ ഖാൻ, പിന്നെ നാഗാർജുനെ കുറിച്ച് അറിയാലോ, വില്ലൻ റോളാണ് ചെയ്യുന്നത്. വില്ലൻ റോൾ ചെയ്യണമെന്നുള്ള മടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു. എന്നാൽ സ്റ്റോറി ലൈൻ പറയുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇതിന്റെ നരേഷൻ കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ത്രില്ലായി. ഓക്കെ, എന്നാൽ ചെയ്തേക്കാം, നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, പുള്ളിക്ക് അത്രയും സ്റ്റാർഡുള്ള, അത്രയും നായക കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ, ഈ പ്രത്യേകിച്ച് ഈ തെലുങ്ക് കന്നഡയൊക്കെ ആണെങ്കിൽ, മലയാളത്തിലൊക്കെ വില്ലനാണെങ്കിലും അറിയാലോ, നമ്മൾ നല്ല കഥാപാത്രമാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ അത് ഭയങ്കര ഇമേജിനെ ബാധിക്കോ, എന്റെ ഇതുള്ള ഇമേജ് തകരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയാണ്. സോ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇത് ചെയ്യാം എന്ന് പുള്ളി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഡെപ്ത് ഉള്ള കിടലൻ ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് അമീർ ഖാനൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോണത് എന്നുള്ളത് കണ്ടറിയന്നെ വേണം. സോ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ, ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കും ലോക്കി കാണിച്ചു കൂടുന്നത്? അത് തിയേറ്ററിൽ തന്നെ കാണണം. സോ അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമ, അതിനെ കുറിച്ച് സംസാരിക്കും. സോ പുള്ളി പറഞ്ഞിട്ടുള്ളത് അജിത്ത്. എല്ലാവരും ചോദിക്കുന്നത് അജിത്തിനെ വെച്ച്, അല്ലെങ്കിൽ തല വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും വെച്ചൊരു പടം എന്താണ് ചെയ്യാത്തതെന്നുള്ള കുറെ കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയാണ്, അജിത് സാർ ഇല്ലാതെ എന്റെ ഫിലിമോഗ്രഫി അവസാനിക്കില്ല. സോ പുള്ളിക്കാരന്റെ ഫിലിമോഗ്രഫിയിൽ അജിത്തുമായിട്ടൊരു പടം ഉണ്ടാവും. അത് LG ആണോ, കണക്ഷൻ ആണോ, മറ്റു യൂണിവേഴ്സ് ആണോ, സ്റ്റാൻഡലൻ ആണോ ഒന്നും അറിയില്ല. ബട്ട് പുള്ളി നായകനായ ഒരു സിനിമ എന്തായാലും സംഭവിക്കും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മറ്റു പടങ്ങളിൽ ബിസിയാണ്. കോഴ്സ് നമുക്കറിയാം, രണ്ടുപേർക്കും പല പല പടങ്ങളുണ്ട്. ലോകിക്ക് ഒരുപാട് പടം ചെയ്തു തീർക്കാറുണ്ട്. ഭാവിയിൽ ഉറപ്പായും അജിത് സാറിന്റെ കൂടെ ഒരു പടം ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഉറപ്പാണ് പറയുന്നത്, ഞാൻ ശ്രമിക്കുമെന്നല്ല, ഉറപ്പായിട്ട്. അപ്പൊ അതിന്റെ പ്ലാനും കാര്യങ്ങളും കഥയൊക്കെ ഓൾറെഡി കയ്യിലുണ്ട്. മേ ബി പുള്ളിക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, പുള്ളിക്കാരൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇനി പറയാനുള്ളത്, ഞാൻ പറഞ്ഞ നേരത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമ, ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമാകുന്ന സിനിമ L3, ലൂസിഫർ. ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ ചിരിക്കും, രണ്ടാമത് വന്ന തന്നെ ഭയങ്കര സംഭവം, മൂന്നാമത് വരുന്നുണ്ടോ? ഞാനല്ല പറഞ്ഞ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞിട്ടുള്ള ഇതാണ്. അത് സർസമീൻ, ആ സിനിമയുടെ കുഴപ്പമില്ലാത്ത സിനിമയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ കൊടുത്തുള്ള ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ ഇടയിലുള്ള ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, മേ ബി ഇടയിലുള്ളതായിരിക്കും. എന്തായാലും പറഞ്ഞുള്ളതാണ്, ലൂസിഫർ മൂന്നാം ഭാഗം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിൽ, കേരളത്തിലെ അല്ല, മലയാളത്തിലെ അല്ല, തമിഴിലെ അല്ല, ഇന്ത്യൻ സിനിമയിലെ, തെലുഗു സിനിമയുണ്ട്, കന്നഡ സിനിമയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ബോളിവുഡ് സിനിമകളുണ്ട്. സി എത്ര കോടിയായിരിക്കും ബജറ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇനി ഇതിനൊരു ആക്ഷൻ സീനായി അണ്ടർ വാട്ടർ സബ്മറൈൻ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ വലിയ ചിന്തകളിലാണ് രാജുവേട്ടൻ. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആക്ടറാണ് പൃഥ്വിരാജ്. പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് ഓവർ അല്ലേ എന്ന് പേഴ്സണലി എനിക്ക് ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ട് എനിക്ക് സെക്കൻഡ് പാർട്ട് എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പോയത് എന്താണോ അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് ഇരുത്തി ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് തന്നെ അല്ലേ സെക്കൻഡ് പാർട്ട്, എന്താ ഇതിൽ ചേഞ്ച്, ചെറിയ ചെറിയ മാറ്റങ്ങൾ, പിന്നെ അതിൽ ചോദിക്കാവുന്ന ചില നെഗറ്റീവ്സ്. അത്രയും വലിയ വൻ ഹൈപ്പിലൊക്കെ പറഞ്ഞു എന്തൊക്കെയോ തള്ളി മറിച്ചിട്ട് വന്നപ്പോൾ ആ തള്ളിമറിക്കൽ ഉള്ളതില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കുറെ നെഗറ്റീവ് ആ സിനിമ കേൾക്കേണ്ടി വന്നത്. അത് മാത്രമല്ല, അത് അത്രയും വലിയ വിവാദങ്ങളില്ലായിരുന്നെങ്കിൽ ആ സിനിമ വലിയ ഹിറ്റ് ആകില്ലായിരുന്നു. മേ ബി മുതൽ മുടക്കോലും കിട്ടില്ലായിരുന്നു. അപ്പോഴാണ് തേർഡ് പാർട്ടി ഇങ്ങനെ വലിയ സംഭവമായിട്ട് പറയുന്നത്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നും, എന്തരടേ പറയുന്നത്, മയത്തിലൊക്കെ തള്ളടേ എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് എന്താണ്, ഈ ഫസ്റ്റ് പാർട്ട് അങ്ങനെ ചെയ്തു, സെക്കൻഡ് പാർട്ട് അങ്ങനെ ചെയ്തു, തേർഡ് പാർട്ടിലേക്ക് എന്തൊക്കെ ഡിഫറൻസ് മേ ബി കൊണ്ടുവരാൻ പറ്റും. ഇവർ ഈ സെക്കൻഡ് പാർട്ടിൽ ഒരു വലിയ പാഠം ഉൾക്കൊണ്ട് തേർഡ് പാർട്ട് വലിയ രീതിയിൽ അവർ ചിന്തിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിലും
എൻറ്റയർലി ഡിഫറെന്റ്, ഈ പാറ്റേണിന് ശരിയാവില്ല, തേർഡ് പാർട്ടി ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് തരാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ വന്നാൽ മേ ബി അത് ഭയങ്കര സംഭവം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പുറത്തുനിന്ന് അയാളുണ്ട് ഇയാളുണ്ട് ഡോൺലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടത് വെറുതെ നമ്മളെ പറ്റിക്കണവരെ മുഖത്ത് ഇങ്ങനെ നിർത്തി 2 ഡയലോഗും പറഞ്ഞ് പോണ പരിപാടിയാണെങ്കിൽ ദയവ് ചെയ്തതിന് നിൽക്കരുത്. നമുക്ക് മലയാളത്തിൽ എത്രയോ നല്ല ഗംഭീരമായുള്ള നടന്മാരുണ്ട്. എന്തിന്, തമിഴ് സിനിമയിലുണ്ട്, ബോളിവുഡിൽ തന്നെയുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഹോളിവുഡിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരുമ്പോൾ അതിനുള്ള സാധനം ഉണ്ടാവണം എന്നുള്ളത് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ പറഞ്ഞത് കേട്ടിട്ട് പൃഥ്വിരാജ് ഒരു തീരുമാനം എടുക്കുമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?